ഇനി ശശി തരൂർ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് നോക്കാം. അവഗണന തുടരുന്ന വാർത്തകൾ ഇടം പിടിച്ച് നിൽക്കുകയാണ്. അവഗണന തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ ശശി തരൂർ തീരുമാനിക്കുന്നു എന്നാണ് അറിയുന്നത്. കോൺഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്താനും ശ്രമം നടക്കുന്നു. ഒന്നും നടന്നില്ലെങ്കിൽ ഒടുവിൽ പാർട്ടി വിടാനും തീരുമാനമുണ്ടാകും എന്നാണ് വിവരങ്ങൾ. തരൂരുമായി ഒരു ചർച്ചയും വേണ്ട എന്ന നിലപാടിലാണ് KPCC AICC നേതൃത്വങ്ങൾ. പ്രശാന്ത് ശങ്കരമംഗലം വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, തരൂരിൻ്റെ അടുത്ത നിലപാട് എന്ത് എന്നാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. അതേസമയം KPCC യോഗം ചേരുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അജണ്ട എങ്കിൽ പോലും നമുക്കറിയാം ഈ വിഷയത്തിൽ ഈ സാഹചര്യത്തിൽ തരൂരിൻ്റെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനും അവർക്ക് കഴിയുകയില്ല. പക്ഷേ ഏറ്റവും പ്രധാനം തരൂരിൻ്റെ നിലപാട് തന്നെയാണ്. അത് കടുത്ത നിലപാട് എന്ന് പറയുമ്പോൾ ഈ അടുത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ പല പ്രസ്താവനകളും കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തൊക്കെ നീക്കങ്ങൾ? ഇവിടെ ഒരേ സമയം KPCCക്കും അതോടൊപ്പം തന്നെ AICCക്കും നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ശശി തരൂരിന്റെ പരാമർശങ്ങൾ എന്ന് പറയുന്നത്. അതായത് പത്രത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. കാരണം കടുത്തൊരു അവഗണന നേരിടുന്ന ഒരു സാഹചര്യം ശശി തരൂരിനുണ്ടായിരുന്നു. ഈ AICC ഇലക്ഷൻ എല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ശശി തരൂരിനെ പൂർണ്ണമായും KPCC നേതൃത്വവും അതോടൊപ്പം തന്നെ AICC നേതൃത്വവും അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ നേതാവായ രാഹുലുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലും 9 മാസത്തോളം അത്തരത്തിലുള്ള കൂടിക്കാഴ്ച പോലും ഉണ്ടായിട്ടില്ല. പലതവണ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിൽ പോലും ശശി തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിൽ പോലും രാഹുൽ അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇത്തരം ഒരു സാഹചര്യങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്താണ് ഈ ശശി തരൂരിന്റെ പരാമർശം ഉണ്ടാകുന്നത്. അത് ഒരേ സമയം അത് AICC നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ KPCCയെയും വെട്ടിലാക്കുന്ന രീതിയിലായിരുന്നു പരാമർശം ഉണ്ടാകുന്നത്. രണ്ടാമത് അതിൽ ഈ കേരളത്തിൽ പ്രതിഷേധമുണ്ടായപ്പോൾ ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ പത്രങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ അല്ല അദ്ദേഹം പ്രതികരിച്ചതെന്നതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരം കേരളത്തിൽ ഇത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. KPCC നേതൃത്വം അടക്കം അധ്യക്ഷനടക്കമുള്ളവർ ഒരു മയത്തിൽ ആണ് പ്രതികരിച്ചതെങ്കിൽ പോലും KPCC അധ്യക്ഷനും ഇതിന് പ്രതികരണം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് രാഹുലുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹം കേരളത്തിലെത്തുമ്പോഴും ആ പറഞ്ഞ വാക്കിൽ നിന്നും, അതായത് ആ പത്രത്തിൽ പറഞ്ഞ വാക്കുകളിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും അടുത്തൊരു ലേഖനം കൂടി വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് തനിക്കുള്ള അവഗണന നേരിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാമർശങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശശി തരൂരിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ നേതൃത്വത്തെ ആദ്യത്തെ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം ഇതിൽ ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്പേസ് കണ്ടെത്താൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കണം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാനത്തൊരു നേതൃത്വമില്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോലും ഒരു നേതൃത്വമില്ല എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് യോഗ്യനായ ഒരാൾ താനാണ് എന്നുകൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ആ ലേഖനത്തിൽ. അതായത് കേരളത്തിൽ അത്തരത്തിലുള്ള നേതാവ് അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നേതാവ് ആകാൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കമാകാനൊരു യോഗ്യത ഉള്ള ഒരാളാണ് താനെന്നും തന്നെ അങ്ങനെ അവഗണിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അവഗണിച്ചു നിർത്തേണ്ട ആളല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ഈ കേരളത്തിലെ KPCC നേതൃത്വത്തോട് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിഷേധം എന്ന നിലയിൽ പല ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു, ഇപ്പോഴും തുടർന്നുണ്ടാകുന്നു. അതിനിടയിലാണ് ചില അംഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന രീതിയിലുള്ള പരാമർശം കൂടി KPCC ഉള്ള പല അംഗങ്ങളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന രീതിയിലും ശശി തരൂരിന്റെ ഭാഗത്ത് പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും വലിയൊരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ KPCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ശശി തരൂരിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ AICC അധ്യക്ഷൻ അല്പസമയത്തിനുള്ളിൽ ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാലും സ്ഥലത്തുണ്ട്, കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും ശശി തരൂർ പുറത്തേക്കാണോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വേറെ നിലനിൽക്കുന്നത്. അതായത് ഇനി മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ ശശി തരൂർ തള്ളുകയും ചെയ്യുന്നുണ്ട്, താൻ കോൺഗ്രസ് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് നീക്കങ്ങൾ എന്നാണ് ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഉറച്ചു നിൽക്കാനുള്ളൊരു തീരുമാനമാണോ, അതോ അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പമാണ് KPCC നേതൃത്വം ഇനി എന്ത് തീരുമാനം ഇതിനകത്ത് ഈ വിഷയത്തിൽ കൈക്കൊള്ളും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്തു. എന്തായാലും ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം
ഈ ശശി തരൂരിന്റെ പരാമർശങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കൾ പലരും ഈ വിഷയത്തിൽ ശശി തരൂർ വിഷയത്തിൽ ഒറ്റക്കെട്ടാവുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ ശശി തരൂരിന്റെ തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിലൂടെയുള്ള പറച്ചിൽ എന്നതും കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്തായാലും ഇത് കൂടുതൽ പ്രതികരണം ഉണ്ടാക്കേണ്ടത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണത് ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് വീണ്ടും ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്തും കൂടി ഉണ്ടാകുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. ഏതായാലും നോക്കാം KPCCയും AICCയും എങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഒപ്പം തരൂർ ഇവരെയൊക്കെ മറികടന്നുള്ള ചിന്തയാണോ നടത്തുന്നത് എന്നും നോക്കാം.